നമുക്ക് രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ നല്ലൊരു കഥ കേട്ടാലോ? എല്ലാ ദിവസവും ഉച്ചയ്ക്ക് രേവതിയുടെയും സച്ചിയുടെയും പിറ്റേ ദിവസത്തെ വിശേഷങ്ങൾ ചാനലിനകത്ത് അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാണാൻ താല്പര്യമുള്ളവർ കയറി കാണാൻ ശ്രമിക്കണേ. അങ്ങനെ നാളത്തെ കഥയെ നമ്മൾ കാണുന്ന ഒടുവില് വലിയ ഡീൽ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് സുധി കാത്തിരിക്കുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോഴത്തേനും അഭിലാഷ് സാർ അങ്ങോട്ട് വന്നു. അങ്ങനെ അയാളുമായിട്ടാണ് ഡീലും കാര്യങ്ങളും ഉറപ്പിക്കുന്നത്. രവീന്ദ്രനെ ആദ്യം പരിചയപ്പെടുത്തി. പിന്നീട് രവീന്ദ്രൻ അങ്ങോട്ട് പോണ സമയത്ത് ചന്ദ്രമതിയെ പരിചയപ്പെടുത്തുവാണ്. ഇതിന്റെ അമ്മയാന്നൊക്കെ പറഞ്ഞു. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ശ്രുതി പറഞ്ഞു, ആ അമ്മ വലിയൊരു ഡാൻസറാന്ന് പറയണം, ഒരു ഡാൻസ് അക്കാദമി തന്നെ അമ്മ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ചന്ദ്രമതി ഇങ്ങനെ ഒരന്തം വിട്ടാണ് ശ്രുതിയൊക്കെ നോക്കുന്നത്. ആ അങ്ങനെയാണോ, കൊള്ളാലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ചന്ദ്രമതിയെ പ്രശംസിക്കുന്നുണ്ട്. ആ സമയത്ത് ചന്ദ്രമതി അന്തം വിട്ട് നിൽക്കുക. ഭാമ ചന്ദ്രമതി അങ്ങ് നോക്കി. അപ്പോഴേക്ക് ശ്രുതി പറഞ്ഞു, ബാ സാർ നമുക്ക് അങ്ങോട്ടേക്ക് പോകാന്ന് പറഞ്ഞു. ഇനി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ അമ്മയോട് എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ പ്രശ്നമാവെന്ന് മനസ്സിലായി. അവരങ്ങോട്ട് മാറിക്കഴിഞ്ഞപ്പോ ഭാമ പറഞ്ഞു, നിനക്ക് എന്താന്ന് മനസ്സിലായോ ഡാൻസ് അക്കാദമി എന്ന് പറഞ്ഞാല്? വലിയ സ്കൂളും കാര്യങ്ങളൊക്കെ. ഓ നീ ഇവിടെ അന്തം വിട്ട് നിൽക്കുന്ന കണ്ടല്ലോ ചന്ദ്രൻ. എന്റെ ഭാമേ, എനിക്ക് എന്ത് പറയണമെന്ന് അറിയത്തുണ്ടായിരുന്നില്ലെന്ന് പറഞ്ഞു. കൊള്ളാം കൊള്ളാം, നിന്റെ മകൻ എന്താളും നല്ല അധ്യഗ്രമായിട്ട് നോണ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. എടി എന്റെ മകന് വലിയൊരു ഡീലർഷിപ്പ് കിട്ടാൻ വേണ്ടിട്ടല്ലേ എന്നൊക്കെ ചോദിച്ചു. അതെ, ഇനിയിപ്പം അങ്ങനെ പറഞ്ഞിട്ടല്ലേ കാര്യമുള്ളെന്നൊക്കെ ഇങ്ങനെ ഭാമയും പറയാണ്. ആ സമയത്ത് സുധി പറഞ്ഞു, സാർ ഇങ്ങോട്ടേക്ക് ഇവിടെ വന്ന് ഇരിക്കാൻ പറഞ്ഞു. അല്ല, സുധിക്ക് 2 ബ്രദേഴ്സ് ഉണ്ടെന്നല്ലേ പറഞ്ഞേ, 2 പേരും ബിസിനസ്സുകാരാന്നല്ലേ പറഞ്ഞേ, അവരെ കണ്ടില്ലോ എന്ന് പറഞ്ഞു. ദൈവമേ പെട്ടു, സച്ചിയെ ശ്രീകാന്തനെ വിളിക്കണം. സച്ചി എന്തെങ്കിലും മണ്ടത്തരം വിളിച്ചു പറയുമോന്നൊരു ചിന്ത. അങ്ങനെ സച്ചിയെ സുധി അങ്ങോട്ട് വിളിച്ചു. സച്ചി അങ്ങോട്ട് വന്നു. ആ സമയം സുധി പരിചയപ്പെടുത്തി, ഇതിന്റെ അനുജനാണ്, പേര് സച്ചി എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലായിരുന്നു ട്രാവൽ ഏജൻസി നടത്തുക. ഓ മനസ്സിലായി, 50 കാറൊക്കെ സ്വന്തമായിട്ടുള്ള. അത് ഞാൻ അറിഞ്ഞായിരുന്നു പറഞ്ഞു. അപ്പൊ അത് ഇംഗ്ലീഷിലാണ് പറയുന്നത്. ഇംഗ്ലീഷിൽ പറഞ്ഞു കഴിഞ്ഞപ്പോ പെട്ടെന്ന് സച്ചിക്ക് പിടി കിട്ടിയില്ല. ആ സമയത്ത് സുധി പറഞ്ഞു, 50 കാർ എന്നൊക്കെ പറയണോ? ഓ യാന്നൊക്കെ ഇങ്ങനെ സച്ചിയും പറഞ്ഞു. പിന്നീട് പറഞ്ഞു, അല്ല ഇനി വേറെ എവിടെയെങ്കിലും ബിസിനസ് തുടങ്ങാൻ താല്പര്യമുണ്ടോ എന്നൊക്കെ ചോദിച്ചു. സച്ചി പറഞ്ഞു, എന്നാലും ഈ വർഷം ഒരു 30 കാറും കൂടെ വാങ്ങിക്കണം എന്നുണ്ടായിരുന്നു. പക്ഷെങ്കിൽ അത് സെറ്റായില്ല, എനിക്കെന്തോ അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല ആ ഡീല്. പക്ഷെ ഇനി എന്താണ് അടുത്ത വർഷം ഞാനത് 30 കാറും കൂടെ വാങ്ങുമെന്ന് പറയണം. അപ്പൊ വലിയൊരു ബിസിനസ് ആക്കാൻ താല്പര്യപ്പെടുന്നുണ്ട്. ഇന്ത്യ ഒട്ടാകെ ബിസിനസ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കണം. അത് മാത്രമല്ല ഞാൻ ജപ്പാനിൽ നിന്നൊക്കെ പോയി കാറൊക്കെ ഇറക്കുമതി ചെയ്യുന്നുണ്ട്, അങ്ങനെയൊക്കെ പറയണം. ഇതെല്ലാം കേട്ടിഞ്ഞ് പയർ വെച്ചു. ഓ അങ്ങനെയാണോന്ന് ചോദിച്ചു. അതേന്ന് പറയണം. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ ആണെങ്കിൽ നാളെ ഇവിടെ അല്ല, ഓരോ രാജ്യങ്ങളിൽ കൂടെയൊക്കെ പോകും. അങ്ങനെയൊക്കെ പറഞ്ഞ് കുറെ അങ്ങോട്ട് തള്ളി വിടുകയാണ്. അപ്പോഴേക്ക് സുധി അന്തം വിട്ട് നോക്കുക സച്ചിയെ. പിന്നീട് സുധി ഇങ്ങനെ കയ്യിൽ കാണിച്ചു, അത്രയ്ക്ക് വേണ്ട, ഒരു പൊടിക്ക് താഴ്ത്തിക്കൊള്ളാനായിട്ട്. ആ സമയത്ത് സച്ചി പറഞ്ഞു, അതെ സാർ ഇതെന്റെ ഭാര്യ രേവതി എന്ന് പറഞ്ഞു. ഓ എന്തോ ബിസിനസ് ചെയ്യാമെന്നോ മറ്റോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോഴേക്കും രേവതി പറഞ്ഞു, ആ സാർ ഞാൻ അപ്പം പൂ കെട്ടിക്കൊണ്ടെന്ന് കൊടുക്കുന്ന ജോലിയെന്ന് പറയാൻ മതിയായിരുന്നു. അപ്പോഴേക്കും സച്ചി ചാടി കയറി പറഞ്ഞു, അതെ സ്വന്തമായിട്ടൊരു പൂന്തോട്ടമുണ്ട്, ഒരു 20 ഏക്കർ എന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ, അതെ അതാണ് ഇവൾക്ക് താല്പര്യം എന്ന് പറഞ്ഞു. എന്താടാ സുധി അതിന്റെ പേര് പറയൂലോ, ഞാൻ മറന്നുപോയല്ലോ. എക്സ്പോർട്ടിങ്. അതെ എക്സ്പോർട്ടിങ് ബിസിനസ്സും കാര്യങ്ങളൊക്കെയാ ഉള്ളതെന്ന് പറഞ്ഞു. ഓ അങ്ങനെയല്ലേ, അത് നല്ല ലാഭമുള്ള ബിസിനസ് ആണല്ലോ, എനിക്ക് പണ്ട് ഈ ഫാർമേഴ്സിനൊക്കെ ഭയങ്കര ഇഷ്ടമാന്നൊക്കെ പറഞ്ഞു. ആ സമയത്ത് രേവതി പറഞ്ഞു, അതെ സാറിന് പൂവല്ലതും വേണേ പറഞ്ഞാൽ മതി, എത്ര മുഴം വേണം എങ്ങനെ വേണമെന്ന് പറഞ്ഞാൽ മതി, മിനിറ്റുകൾക്കുള്ളിൽ കെട്ടിത്തരാന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ അയാൾ ചോദിച്ചു, എന്താ? അയാൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് സച്ചി ആടി കയറി പറഞ്ഞു, സാർ അത് പിന്നെ ഞങ്ങൾക്ക് കുറെ സ്റ്റാഫുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജോലിക്കാരുണ്ട്. സാറിന് പൂ വേണമെങ്കിൽ ഏത് പൂ വേണം എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, അവരെ കൊണ്ട് ഇപ്പൊ തന്നെ കെട്ടിച്ച് തരാന്ന് പറഞ്ഞു. ഓ അങ്ങനെയാണല്ലേ. അപ്പോഴേക്ക് സുധി പറഞ്ഞു, സാർ വരാൻ പറയണ. അങ്ങനെ അഭിലാഷിനെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി. ആ സമയത്ത് രേവതി പറഞ്ഞു, ഓ സച്ചിയേട്ടാ കൃത്യസമയത്ത് തന്നെ സച്ചിയേട്ടനെ രക്ഷപ്പെടുത്തി. എടി നീ അല്ലേ ഓരോ പൊട്ടത്തരങ്ങളൊക്കെ പറയാൻ വന്നത്, പിന്നെ എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ഇങ്ങനെ കള്ളത്തരം പറയാൻ പറ്റത്തില്ല, സച്ചിയേട്ടൻ്റെ അത്ര എക്സ്പെർട്ടൊന്നും അല്ല ഞാനെന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ചില കള്ളത്തരങ്ങളൊക്കെ ഓൺ ദി സ്പോട്ടിൽ പറയണം, ഇതിനായിട്ട് ഇറങ്ങി തിരിച്ചല്ലേ, അപ്പൊ പറയാതിരിക്കാൻ പറ്റില്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ സുധി പിന്നീട് നേരെ അഭിലാഷിനെയും കൂടി ചെല്ലുന്നത് ശ്രീകാന്തിന്റെ വർഷയുടെ അരിയിലേക്കാണ്. ശ്രീകാന്തിനെ പരിചയപ്പെടുത്തോടെ ഇതിന്റെ ഏറ്റവും ഇളയ അനുജന് ശ്രീകാന്ത് എന്ന് പറഞ്ഞു. ഓ മനസ്സിലായി, സ്വന്തമായിട്ടൊരു ഹോട്ടലൊക്കെ വെച്ച് ബിസിനസ് ചെയ്യുക അല്ലേന്ന് ചോദിച്ചു. അതെ എന്ന് പറയണ. അല്ല ഇത്ര ചെറിയ പ്രായത്തില് ഇത്ര പെട്ടെന്ന് ഇങ്ങനെ ഹോട്ടലൊക്കെ സ്വന്തമാക്കി ബിസിനസ് ചെയ്യാനായിട്ട് എങ്ങനെ സാധിച്ചു, അത് വലിയ ഇന്റർനാഷണൽ ഹോട്ടലൊക്കെ എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോ ഒരു നിമിഷം ശ്രീകാന്ത് ഒന്ന് അമർന്നു. ആ സമയത്ത് വർഷ ചാടിക്കറിയൊക്കെ പറഞ്ഞു, അതെ ഷെഫ് ആയിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഷെഫോ?
അയാൾക്കൊന്നും മനസ്സിലായില്ല. അപ്പോഴേക്ക് ശ്രീകാന്ത് പറഞ്ഞു, അല്ല ഏതൊരാളും നല്ലൊരു ബിസിനസ്സിലേക്ക് വരണമെങ്കിൽ അതിന്റെ അടിസ്ഥാനം പഠിച്ചു വെക്കണമല്ലോ. ഒരു ഹോട്ടൽ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആദ്യം അയാൾ നല്ലൊരു ഷെഫ് ആയിരിക്കണം. അതാ പറഞ്ഞ് ഞാനും അതുപോലെയൊക്കെ തന്നെയായിരുന്നു. നല്ല രീതിയിൽ പിന്നീട് വളർന്നു വന്ന ഹാർഡ് വർക്ക്. നമ്മൾ നന്നായിട്ട് ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരളവും മുന്നോട്ട് പോകാൻ സാധിക്കും സാറെന്നൊക്കെ പറയണം. അയാൾക്ക് അത് ഇഷ്ടപ്പെട്ടു ശ്രീകാന്ത് പറഞ്ഞ കാര്യങ്ങൾ. പിന്നീട് അഭിലാഷ് സാർ ചോദിച്ചു, അല്ല നിങ്ങളുടെ മാരേജ് കഴിഞ്ഞല്ലേന്ന് ചോദിച്ചു. അതെ, എന്റെ കല്യാണം കഴിഞ്ഞ, ഇതെന്റെ ഭാര്യ വർഷ എന്ന് പറഞ്ഞു. അങ്ങനെ വർഷയെ പരിചയപ്പെടുവാണ്. ഈ സമയത്ത് വർഷ കുറെ കാര്യങ്ങൾ ഹിന്ദിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അല്ല സാറ് മുംബൈ നിന്നല്ലേ വരുന്നേ? അപ്പൊ മുംബൈയിലെ കാര്യങ്ങളൊക്കെ എനിക്ക് അവിടേക്ക് അറിയാം, ഞാൻ കുറച്ചാൾ അവിടെ ഉണ്ടായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഹിന്ദിയിലും ഇംഗ്ലീഷിലും ഒക്കെ സംസാരിക്കുകയാണ്. പിന്നീട് വർഷയോട് ചോദിച്ചു, അല്ല വർഷയുടെ ജോലി എന്താന്ന് ചോദിക്കണം. അപ്പൊ വർഷ പറഞ്ഞു, ഞാനേ ഡബിങ് ആർട്ടിസ്റ്റ്. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും ഡബിങ് ആർട്ടിസ്റ്റോ എന്നയാൾ ചോദിക്കണം. ആ സമയത്ത് ശ്രുതി ചാടിക്കറി പറഞ്ഞു, ഡബിങ് ആർട്ടിസ്റ്റ് അല്ല, ഡബിങ് സ്റ്റുഡിയോ നടത്തുവാന്ന് പറഞ്ഞു. ആ ശ്രുതി പറഞ്ഞു, അതെ അതെ ഡബിങ് സ്റ്റുഡിയോ നടത്തുവാണ്. ഓ സ്വന്തമായിട്ട് അപ്പൊ സ്റ്റുഡിയോയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ എന്ന് ചോദിച്ചു. ശ്രുതി പറഞ്ഞു, അതെ ഉണ്ട്, അവിടെ കുറെ മൂവീസും കാര്യങ്ങളൊക്കെ ഡബ് ചെയ്തിട്ടൊക്കെ ഉണ്ട്, വലിയൊരു സ്റ്റുഡിയോ എന്നൊക്കെ പറയാണ്. ഓ കൊള്ളാം, സൂപ്പർ ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. പിന്നീട് ശ്രുതി അഭിലാഷ് സാറിനോട് സാറിങ്ങോട്ടേക്ക് വരാനും പറഞ്ഞുകൊണ്ട് അയാളെ കൂട്ടിക്കൊണ്ട് ഇങ്ങോട്ട് പോകണം. അപ്പോഴാണ് ശരിക്കും ശ്വാസം വീണ ശ്രീകാന്തിന്. ഈ സമയത്ത് വർഷ പറഞ്ഞു, അയ്യോ എന്തൊക്കെ കള്ളത്തരങ്ങളാ പറഞ്ഞേ, അതിന് ഞാൻ ഡബിങ് ആർട്ടിസ്റ്റ് അല്ലേ, സ്വന്തമായിട്ട് സ്റ്റുഡിയോ വരെ വെക്കുന്നതൊക്കെ പറഞ്ഞു. ആ സമയത്ത് ശ്രുതി വർഷയെ നോക്കി ഒന്ന് ചിരിച്ചിട്ട് അങ്ങോട്ട് പോവാണ്. എന്നാലും ശ്രീകാന്തൻ ഞാൻ ഇത്ര പ്രതീക്ഷിച്ചില്ല. ഓ ഇത്രയല്ലേ ഉള്ളൂ, അപ്പൊ ഞാൻ സ്വന്തമായിട്ട് ഹോട്ടൽ ബിസിനസ് ചെയ്യുവാന്ന് പറഞ്ഞോ? അത്രയ്ക്കൊന്നും ഇല്ലല്ലോ. ഒരു ദിവസം നമ്മള് ഹോട്ടൽ മുതലാളി, അതുപോലെ തന്നെ നീ ഡബിങ് സ്റ്റുഡിയോയുടെ ഓണറൊക്കെ ആവും. ഒറ്റ ദിവസത്തിന് മാത്രമേ ഉള്ളൂ, നാളെ അങ്ങനെ അല്ലാന്ന് പറയണം. പക്ഷെ ഇതൊന്നും വർഷയ്ക്ക് അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എത്ര വലിയ കള്ളത്തര പറയണേ എന്നൊരു ചിന്ത വർഷയുടെ മനസ്സിലുണ്ട്. പിന്നീട് ശ്രുതി അഭിലാഷ് സാറിന്റെ പറഞ്ഞു, സാറേ ഇനി കേക്ക് കട്ട് ചെയ്യാനുള്ള സമയം, കേക്ക് കട്ട് ചെയ്താലെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു, ശ്രുതിക്കും കൂടെ വെഡിങ് ആനിവേഴ്സറി വിഷസ് ഒക്കെ പറഞ്ഞതിന് ശേഷം ഒരു ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ കേക്ക് കട്ട് ചെയ്യുവാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തതിന് ശേഷം എന്തേലും ഒന്ന് രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് അഭിലാഷ് സാറ് രവീന്ദ്രനോട് പറയണം. ആ സമയത്ത് രവീന്ദ്രൻ മൈക്ക് വാങ്ങി എല്ലാവരും ആകാംക്ഷപൂർവ്വം ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്, എന്താ പറയണെന്ന് അറിയാൻ വേണ്ടി. ആദ്യമായിട്ട് രവീന്ദ്രന് രണ്ടുപേർക്കും വെഡിങ് ആനിവേഴ്സറി വിഷസ് ആണ് പറഞ്ഞ്, ശ്രുതിക്കൂടെ. പിന്നീട് രവീന്ദ്രൻ ഓരോ കാര്യങ്ങൾ പറയണം. ഞാൻ ഒരു KSRTC ഡ്രൈവറായിട്ടാണ് റിട്ടയർ ചെയ്തത്. എനിക്ക് 3 ആൺമക്കളാ, പെൺമക്കളില്ലോ എന്നൊരു വിഷമവും കാര്യങ്ങളൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ അവരുടെ ജീവിതത്തിലേക്ക് 3 മരുമക്കൾ കയറി വന്നു. പക്ഷെ അവരെനിക്ക് മരുമക്കളല്ല, ഇപ്പം മക്കളാന്ന് പറയണ. അവര് എന്റെ മക്കളുടെ ജീവിതത്തിലേക്ക് വന്നതിന് ശേഷം എന്റെ മക്കൾക്ക് കുറേയേറെ ഉയർച്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ടായത്. അവര് 3 പേര് നല്ല നിലയിൽ തന്നെ ഇപ്പൊ ജീവിക്കുന്നത് എന്നൊക്കെ പറയാ. ഇതെല്ലാം അയാള് കേൾക്കുന്നുണ്ടായിരുന്നു. പിന്നീട് രവീന്ദ്രൻ പറഞ്ഞു, അതെ ഒരു കുടുംബത്തിലെങ്ങനെ ഒത്തൊരുമയോടെ പോകാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല. കുടുംബം എന്ന് പറഞ്ഞാൽ കുടുംബമാണ് എല്ലാത്തിനും അടിസ്ഥാനം. ഏതൊരു ബിസിനസിന്റെ അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ കുടുംബമാണ്. കുടുംബം നല്ലതാണെങ്കിൽ മാത്രമേ ഒരാൾക്ക് നല്ല രീതിയിൽ ബിസിനസ് ഒക്കെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് സാധിക്കുള്ളൂ. അതിന് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കേണ്ട കുടുംബത്തിലിരിക്കുന്നവരാണ്. ആ ഒരു കാര്യത്തിൽ എന്റെ മക്കളൊക്കെ എന്താണെങ്കിലും നല്ല ഭാഗ്യം ചെയ്തവരാ. കാരണം അവരുടെ ഭാര്യമാരൊക്കെ അവർക്ക് നല്ല സപ്പോർട്ടീവായിട്ടാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇനി ഇങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകാനാണ് ഞാനും ആഗ്രഹിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ ബിസിനസ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരിടത്തും ആർക്കും ഒരു ഫെയിലറൊന്നും സംഭവിക്കില്ല. കാരണം ചതിയും വഞ്ചനയും ഇല്ലാതെ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഒരു പരിധി വരെ ഉയർച്ചയിലേക്ക് എത്താണ്ട് സാധിക്കും. അതുപോലെ തന്നെ കഠിനാധ്വാനം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രവീന്ദ്രൻ കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയണം. ഇതൊക്കെ അഭിലാഷ് സാർ കേട്ടോണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ രവീന്ദ്രൻ ഇങ്ങനെ പറഞ്ഞു. ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും അയാൾ ഫോൺ വാങ്ങി പറഞ്ഞു, അതെ എനിക്കിവിടെ വന്ന് ഈ പറയുന്ന ശ്രുതിയുടെ കുടുംബമായിട്ട് പരിചയപ്പെടാൻ കഴിഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട്. അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കാ വിളിച്ച്. അത് മാത്രമല്ല ഈ ഒരു അവസരത്തിൽ എനിക്ക് അവർക്കൊരു സമ്മാനം കൂടെ കൊടുക്കാനുണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു, അതെ ഈ ഒരു പ്രായത്തില് ഇത്ര എങ്ങായിട്ടൊരാള് ബിസിനസ്സും കാര്യങ്ങളൊക്കെ ഇത്ര നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടാന്ന് പറഞ്ഞാൽ അതത്ര നിസ്സാരമായിട്ടുള്ള കാര്യമല്ല. അതിൽ ശോഭിച്ച ആളാണ് ശ്രുതി. അതുകൊണ്ട് ശ്രുതിക്ക് വേണ്ടിയിട്ട് ഞാൻ കേരളത്തിലെ എന്റെ ഡീലർഷിപ്പ് മൊത്തം ശ്രുതിക്ക് വേണ്ടിയിട്ട് കൊടുക്കുകയെന്ന് പറഞ്ഞു. ഇനിയിപ്പോ കേരളത്തിലെ ഡീലർഷിപ്പൊക്കെ ശ്രുതിക്കായിരിക്കും എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ശ്രുതിക്ക് ഭയങ്കര സന്തോഷമായി. ശ്രുതി എല്ലാവരും കൺഗ്രാസ് ചെയ്യുന്നുണ്ട്. ശ്രുതി രവീന്ദ്രൻ എല്ലാവരും കൺഗ്രാസ് ചെയ്യുവാണ്. അപ്പോഴേക്കും സച്ചി രേവതിയോട് പറഞ്ഞു, നമ്മുടെ അഭിനയം തകർത്തല്ലേ, അതുകൊണ്ടല്ലേ അയാളിപ്പോ ഈ ഡീലർഷിപ്പൊക്കെ ശ്രുതിക്ക് കൊടുത്തതെന്ന് ചോദിച്ചു. അതെ അതൊരു നല്ല കാര്യമാണെന്ന് പറയാണ്. പക്ഷെ കള്ളത്തരം പറഞ്ഞല്ലോ എന്ന് ഓർത്തൊരു വിഷമം മാത്രമേ ഉള്ളൂ.
അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, കള്ളത്തരം പറയാനാണല്ലോ നമ്മളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്നേ, അല്ലെങ്കിൽ പിന്നെ സുധി കൂട്ടിക്കൊണ്ട് വരുമോന്ന് ചോദിച്ചു. പിന്നീട് അങ്ങനെ എല്ലാരും കൂടെ ആഹാരമൊക്കെ കഴിക്കണം. കുറച്ച് സമയം കൂടെ കഴിഞ്ഞിട്ടാണ് അയാൾ പോകുന്നത്. അയാൾ പോയി കഴിഞ്ഞ ഉടനെ സുധിയുടെ അടുത്ത് വന്നിട്ട് രവീന്ദ്രൻ പറഞ്ഞു, ഇപ്പൊ നിനക്ക് സന്തോഷമല്ല, കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നടന്നില്ലേന്ന് ചോദിച്ചു. അതെ, കാര്യങ്ങളൊക്കെ ഭംഗിക്ക് നടന്നച്ചാ, ഇത്ര മാത്രം ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. എന്തായാലും എനിക്ക് സന്തോഷമായെന്ന് പറഞ്ഞു. ഈ സമയത്ത് സച്ചി അങ്ങോട്ട് മാറിപ്പോവാണ്. അപ്പോഴേക്കും സച്ചിയുടെ അടുത്തേക്ക് ആനന്ദം വന്നു. ആനന്ദം വന്നൊരു കവറൊക്കെ ആയിട്ടാ വന്നൊരു ബോക്സ് ഉണ്ടായിരുന്നു. അല്ല ഇതെന്താ, ഇത് വിദേശ മദ്യവാ, ഇത് കഴിയുമ്പോ ഇതുണ്ടെന്ന് പറയണം. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, ആഹാ കൊള്ളാലോ. അല്ല സച്ചി മദ്യപിക്കില്ലേന്ന് ചോദിച്ചു. അത് പിന്നെ എന്തൊരു വർത്താനമാ, പോരാത്ത വിദേശ മദ്യം കൂടെ അല്ലേ, ഉറപ്പായിട്ട് മദ്യപിക്കുമെന്ന് പറഞ്ഞു. ആ സമയത്ത് രേവതി നോക്കിയപ്പം സച്ചി അവിടെ സംസാരിക്കുന്നുണ്ട്. രേവതി ഇങ്ങനെ രൂക്ഷമായിട്ട് നോക്കുകയാണ്. അപ്പോഴേക്കും സച്ചി പറഞ്ഞു, പക്ഷെ എനിക്കിപ്പൊ വേണ്ടാന്ന് പറഞ്ഞു. അതെന്താ വേണ്ടാത്ത, ഭാര്യ നോക്കുന്നുണ്ടാണെന്ന് ചോദിച്ചു. അല്ല അത് പിന്നെ എനിക്കറിയാം ബ്രോ, കാരണം ഇങ്ങനെയുള്ള പാർട്ടിക്കൊക്കെ വരുമ്പോ ഭാര്യമാർക്ക് ഒരു നിർബന്ധം മാത്രമേ ഉള്ളൂ, മദ്യപിക്കരുതെന്ന്. എല്ലാ ഭാര്യമാരും പറയുന്ന ഈ കാര്യം തന്നെയാ. അത് കേട്ടപ്പോ സച്ചി പറഞ്ഞു, അയ്യോ ഇനി എങ്ങാനും മദ്യപിച്ചിട്ടുണ്ടെ പ്രശ്നമാവെന്ന് പറഞ്ഞു. ഞാൻ അങ്ങോട്ടേക്കൊന്ന് ചെല്ലട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി രേവതിയുടെ അടുത്തേക്ക് വരുവാണ്. അപ്പോഴേക്കും രേവതി എന്താണ് സച്ചിയേട്ട അവിടെ? ഒന്നുമില്ല, ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ സംസാരിച്ച്. വേണ്ട വേണ്ട, കൂടുതലൊന്നും പറയണ്ട. ദേ മദ്യപിക്കാനുള്ള പുറപ്പാടാണെങ്കിൽ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു. മദ്യപിക്കാനോ? ഞാനോ? വേണ്ട. അല്ല രേവതി, അത് പിന്നെ ഇനിയിപ്പം എന്തിനിയിപ്പം? അല്ല ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ ഇപ്പോഴാണെങ്കിൽ ഇഷ്ടം പോലെ മദ്യം കിട്ടും, ഫ്രീ ആയിട്ട് പൈസ കൊടുക്കാതെ. ആഹാ, അങ്ങനെ പൈസ കൊടുക്കാതെ ഫ്രീ ആയിട്ട് കുടിക്കാനൊന്നും പോകണ്ട, വാ നമുക്ക് വീട്ടിലേക്ക് പോകാന്ന് പറയണം. ഇത് ശ്രുതിയും മീരയും കണ്ടു. ദൈവമേ, സച്ചി ഇവിടുന്ന് പോയിട്ടുണ്ടെങ്കിൽ എങ്ങനെ ആ വീഡിയോസ് കൈക്കലാക്കും എന്നൊരു ചിന്ത മനസ്സിലേക്ക് വരുവാണ്. എങ്ങനെയെങ്കിലും അത് കൈക്കലാക്കണമല്ലോ എന്നൊരു ചിന്ത മനസ്സിലുണ്ടാവുന്നുണ്ട്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത്. ആ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു.